ഡേയ് ഡിസ്ക്ലൈമർ മൊത്തം വായിച്ചിട്ട് ബാക്കി വീഡിയോ കാണണേ. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റായ, ആളുകൾ ആർത്തുല്ലസിച്ച, ആളുകൾ റിപ്പീറ്റ് അടിച്ച് കാണാൻ പോകുന്ന മോസ്റ്റ് വയലന്റ് സിനിമ മാർക്കോ അഥവാ മാക്രി. മാർക്കോയുടെ മാക്രിത്തരമാണ് ഈ പടം. ഒരു കണ്ണ് കാണാത്തൊരുത്തനും ഒരു കണ്ണ് കാണുന്നൊരുത്തനും നടന്നു വരുമ്പോൾ കണ്ണ് കാണുന്നൊരുത്തനെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ വേറൊരു കണ്ണ് കാണുന്നൊരുത്തൻ കൊല്ലുന്നു. കണ്ണു കാണാത്തവൻ മണത്ത് പിടിച്ച് കൊന്നവനെ മനസ്സിലാക്കുന്നു. വേറൊരു ദിവസം കൊന്നവൻ കണ്ണു കാണാത്തവനെയും കൊല്ലുന്നു. കണ്ണു കാണാത്തവൻ എന്ന് പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. അവന്റെ പേര് വിറ്റർ. വിറ്റർ ചത്തതെറിഞ്ഞ് ചേട്ടൻ മാർക്കോ വരുന്നു. കൊന്നവനും കൊന്നവന്റെ തന്തയും അഥവാ റസലും ടോണി ഐസക്കും കൂടി മാർക്കോയെ കബളിപ്പിക്കുന്നു. കുറെ കഴിഞ്ഞ് ഈ കബളിത്തരം മാർക്കോ മനസ്സിലാക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ മാർക്കോ റസലിനെ കൊല്ലാൻ നോക്കിയപ്പോഴാണ് ഒരു തടസ്സം. ഈ വിറ്ററിന്റെ കാമുകി ഗർഭിണിയായിരിക്കുന്നു. ഈ ഗർഭിണിയായ കാമുകി ടോണി ഐസക്കിന്റെ കൈകളിലാണ് ഇപ്പോ. അതുകൊണ്ട് മാർക്കോ റസലിനെ വിടുന്നു. ശേഷം മാർക്കോ തന്റെ മാക്രിത്തരം ഉപയോഗിച്ച് ടോണി ഐസക്കിനെ കൊല്ലുന്നു. ഇതറിഞ്ഞ റസൽ തന്റെ ചേട്ടനായ സൈറസിനെ ഉപയോഗിച്ച് മാർക്കോയുടെ ഫാമിലിയെ കൊല്ലുന്നു. തിരിച്ച് മാർക്കോ സൈറസിനെയും റസലിനെയും അവരുടെ ഗാങ്ങിനെയും കൊല്ലുന്നു. ഇത്രയുള്ള സിനിമ. ഈ സിനിമയിൽ മാർക്കോയ്ക്ക് ഒരുപാട് ഊമ്പലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒന്നാമത്തേത്, കഷ്ടപ്പെട്ട ആളുകളെയൊക്കെ അടിച്ചു പിടിച്ച് സ്റ്റെയർ കേസ് കയറി അതിന്റെ മുകളിൽ എത്തിയപ്പോ വിറ്ററിന്റെ കാമുകിക്ക് വരം മറ്റൊരു. ഇനി രണ്ടാമത്തത്, മരം വെട്ടുന്ന മെഷീനുമായി റസലിനെ കൊല്ലാനായി അടുത്തു ചെന്നപ്പോ അനിയനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ കുഞ്ഞിനെങ്കിലും രക്ഷിക്കാൻ നോക്ക്. ടോണി മാർക്കോയെ ഭീഷണിപ്പെടുത്തി റസലിന്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. മൂന്നാമത്തതാണ് ഏറ്റവും വലിയ ഊമ്പൽ. ചർച്ചിൽ മാസ് എൻട്രിയിൽ വന്ന ഒരു മാസ് ഡയലോഗ് കാച്ചുന്നുണ്ട് മാർക്കോ. എന്റെ വ്യക്തിനെ ഇല്ലാതാക്കിയവരെ മുഴുവൻ ഞാൻ കൊല്ലും. ചോര കൊണ്ട് ഞാൻ അവരെ കുളിപ്പിക്കും. പക്ഷേ ഇവിടെ ശരിക്കും ചോരയിൽ കുളിച്ചത് മാർക്കോയുടെ ഫാമിലിയാണ്. ഞാൻ പോകണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. ഊമ്പലുകളൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ഡയറക്ടർ ബ്രില്യൻസ് കണ്ടാലോ. ഇവിടെ എന്ത് മാസാണ് ഡയറക്ടർ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ടോണി ഐസക്കിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എനിക്ക് സ്ത്രീകളിലെ മാത്രമല്ല താല്പര്യം, എന്റെ ഈ കൈ കൊണ്ട് ആരിലും ലഹരി പടർത്താൻ എനിക്ക് കഴിയും. ഐ എം എ ബൈസെക്ഷൽ. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞത്? അപ്പൊ ഇതാണ് മോസ്റ്റ് വയലന്റ്, ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ്. അടുത്ത ഒരു വലിയ പടവുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.